ശ്രീ ഫൈസൽ ബാബു. സംസ്ഥാനത്ത് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് പ്രത്യേകം നിയമം നിലവിലില്ല സാർ. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് CRPC 174, 176 കേരള മെഡിക്കോ ലീഗൽ കോഡും ആണ് പിന്തുടരുന്നത്. ഇതുപ്രകാരം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റുള്ളൂ. ഇതൊരു നിർബന്ധിത സമയക്രമമാണ്. 2015 ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ഈ രാത്രികാല പോസ്റ്റ്മോർട്ടം നടപ്പിലാക്കാനുള്ള ഉത്തരവുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 2024 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഗൈഡൻസും പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരും 2021 രാത്രികാല പോസ്റ്റ്മോർട്ടം, നൈറ്റ് ഓട്ടോപ്സിക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സാർ, ജനപ്രതിനിധികൾ എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്ന വളരെ മാനുഷികമായൊരു പ്രശ്നമാണിത്. വൈകുന്നേരം 4 മണിക്കൊരു അപകടം സംഭവിച്ച് കുഞ്ഞുമക്കൾ അപകടത്തിൽപ്പെടുന്ന ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയില്ല. പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ ഈ മൃതദേഹം കാത്തുവെക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് ഇത്രയും ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ, നൈറ്റ് ഷിഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ഇരട്ടി സ്റ്റാഫ് വേണമെന്നാണ് ഒരു പക്ഷേ ഇതിൻ്റെ തടസ്സമായി നിൽക്കുന്നത്. എങ്കിൽ വൈകുന്നേരം 5 മണി വരെ എന്നത് 8 മണിയിലേക്ക് നീട്ടിക്കൊണ്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡേ ലൈറ്റിൽ ഇത് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാരണം കളർ ഓഫ് ബ്ലഡും കളർ ഓഫ് ഇഞ്ചുറിയൊക്കെ തിരിച്ചറിയാനാണ്. അത് പഴയ കാലത്തെ ഒരു ചട്ടമാണ്. പക്ഷേ പുതിയ കാലത്ത് സൂര്യ വെളിച്ചത്തെ വെല്ലുന്ന ആധുനിക വെളിച്ച സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തി നമുക്കിതിനെ പരിഹരിക്കാൻ പറ്റും. വെർച്വൽ ഓട്ടോപ്സി കൂടി നമുക്ക് ആലോചിച്ച് 1.5 മണിക്കൂറാണ് ഇപ്പോൾ സമയമെടുക്കുന്നത്. 5 to 30 മിനിറ്റ്സ് കൊണ്ട് വെർച്വൽ ഓട്ടോപ്സി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ മരണപ്പെട്ട ദുഃഖത്തിൻ്റെ പുറമെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം അനന്തമായി രാത്രിയിൽ കാത്തു നിൽക്കുന്ന ഒരു സങ്കടത്തിന് അറുതി വരുത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ രാത്രികാല നൈറ്റ് ഓട്ടോപ്സി, രാത്രികാല പോസ്റ്റ്മോർട്ടം സംവിധാനം ഏർപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ്. മരിച്ച മനുഷ്യനോടുള്ള അന്തസ്, ശവസംസ്കാരം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അതുകൊണ്ട് മരിച്ച ആളോടുള്ള ആ സാംസ്കാരികമായ മര്യാദ പാലിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണിത്. അതിനെ സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. മാഡം, 26/10/2015 സർക്കാർ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും രാത്രികാല പോസ്റ്റ്മോർട്ടം ഒരു പൈലറ്റ് പ്രോജക്റ്റായി നടപ്പാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആവശ്യമായ ജീവനക്കാരും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്താതെ 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടപ്പാക്കുന്നതിന് ജീവനക്കാരെ നിർബന്ധിക്കരുതെന്ന് കേരള ഹൈക്കോടതിയുടെ ജഡ്ജിമെൻറ്റ് വന്നു. ഏതായാലും 16/12/2021 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ മേൽപ്പറഞ്ഞ 5 മെഡിക്കൽ കോളേജുകളും ആവശ്യമായ അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും 6 മാസത്തിനുള്ളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടപ്പാക്കാൻ എന്ന് ഉത്തരവായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ മുൻഗാമിയായ ആരോഗ്യമന്ത്രി 9/7/2024 വിളിച്ചു ചേർത്ത യോഗത്തിൽ 1 മാസത്തിനുള്ളിൽ ഒരു മിഷനായി ഏറ്റെടുത്ത് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും തുടർന്ന് കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലും രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് DMEയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടപ്പാക്കുന്നതിനായി ആവശ്യം വേണ്ടി വരുന്ന തസ്തികകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ സമർപ്പിച്ചു. കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടപ്പാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും നിലവിലുള്ള ജീവനക്കാരെ പ്രയോജനപ്പെടുത്തി 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടപ്പാക്കാൻ കഴിയില്ലെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തുടർന്ന് 27/8/2024 സർക്കാർ കത്ത് പ്രകാരം ആവശ്യമായ നിർദ്ദേശങ്ങൾ DMEക്ക് നൽകുകയുണ്ടായി. സാർ, ഇത് മാഡം ഇത് നന്നായി പരിശോധിക്കുന്നുണ്ട്. ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജീവനക്കാരുടെ എണ്ണം കൂടണം, അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ അതിനുവേണ്ടി വരുത്തുകയുമാണ്. കാരണം രാത്രികാലങ്ങളിൽ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നൊരു ഉത്തരവെന്ന് പറയുന്നത് സൂര്യപ്രകാശം ഇല്ലാതായി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സുകൾ വരുത്തണം. കൂടുതൽ സ്റ്റാഫിന് ആവശ്യമാണ്. അപ്പോൾ അതിന് കുറച്ച് സാമ്പത്തിക ബാധ്യതയും ഏതായാലും ആലോചിച്ച് ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുന്നതാണ്.